ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 14 മുതൽ 14, 15, 16, 17 വാക്യങ്ങൾ. ലോകം മുഴുവൻ എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്രാവശ്യം എൻ്റെ മഹാമാരികളെല്ലാം നിന്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ അയക്കും. ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയിൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനോടകം ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കപ്പെടുമായിരുന്നു. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കുവാൻ അനുവദിച്ചത്. എൻ്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരുടെ മേൽ അഹങ്കാരം പ്രകടിപ്പിക്കുമോ? പ്രിയമുള്ളവരെ, ഗൗരവമായ തലത്തിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടലുകൾ വീണ്ടും ഉണ്ടാവുകയാണ്. കൽമഴയാൽ അവരെ മുഴുവൻ തകർത്തു കളയുന്ന വിധത്തിലേക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ സമയം ആയി വന്നിരിക്കുന്നു എന്നൊരു സൂചന ഫറവോയ്ക്ക് ദൈവം കൊടുക്കുകയാണ്. ഇവിടെ ഫറവോയോട് പറയുന്നൊരു കാര്യമുണ്ട്. ലോകം മുഴുവൻ എനിക്ക് തുല്യനായി മറ്റൊരാൾ ഇല്ലെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി ലോകത്ത് യഹോവയായ ദൈവത്തിനപ്പുറം വേറൊരു ശക്തിയില്ല എന്ന് ഫറവോ മനസ്സിലാക്കണം, ലോകം മുഴുവൻ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തിലുടനീളം ഈ വലിയ പ്രഘോഷണമാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് ആ ഇസ്രായേലിന്റെ പിന്തുടർച്ചക്കാരായ ക്രൈസ്തവരായ നമ്മളും ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെടേണ്ടത് അവന്റെ നാമത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ അതിന് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനോടകം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു. എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന ഒരു കാലഘട്ടം വരെ ഉള്ളത്. ഈ കാലഘട്ടത്തിൽ ഈശോ ദൈവം എന്ന് ഫറവോയോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ശക്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ലോകം മുഴുവൻ അത് പ്രഘോഷിക്കപ്പെടാൻ, അങ്ങനെ അനേകരെ ദൈവത്തിന്റെ ശക്തിയിലേക്കും ദൈവത്തിന്റെ കൃപയിലേക്കും ദൈവത്തിന്റെ രാജ്യത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഗിഫ്റ്റായി തന്നിരിക്കുന്ന സമയങ്ങളാണ് ഇതെന്നുള്ള ബോധ്യം ആഴത്തിൽ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കുടുംബം മുതലേ ഈ വചന പ്രഘോഷണം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ, നമ്മുടെ ബന്ധുവീടുകളിൽ, നമ്മുടെ ഇടവക സമൂഹത്തിൽ ഒക്കെ എല്ലാവരും വചനപ്രഘോഷകരെന്നല്ല, നമ്മളൊക്കെയും ഇന്ന് വലിയ കൺവെൻഷനുകളുടെ സമയം കഴിഞ്ഞു. നമ്മൾ പേഴ്സണൽ ഇവാഞ്ചലൈസേഷന്റെ സമയമായത്. വ്യക്തിപരമായിട്ട് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ, ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു തീരുമാനമെടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.